So this is the last topic in module 5, Elgamal public key crypto system. Elgamal public key crypto system. So the first crypto system we saw was RSA public key crypto system. Next is Elgamal. So here the two users, Alice and Bob are the two users, and Bob is wishing to communicate with Alice. So the procedure that has to be followed here is both of them will exchange a prime number P and one of its primitive elements G. Prime number P യും primitive element G. അപ്പോൾ primitive element എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. primitive element എന്ന് പറഞ്ഞാൽ എന്താ? ജിയുടെ പവേഴ്സ് എവിടെ വരെയുള്ള പവേഴ്സ് 1 തൊട്ട് P-1 വരെയുള്ള പവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലെ 1 തൊട്ട് P-1 വരെയുള്ള എല്ലാ വാല്യൂസും ഉണ്ടെങ്കിൽ we can call it as a primitive root of P. So a prime number P and the primitive element of P is chosen. Pinne Alice will select a private key A which is an element of ZP. ZP യിൽ വരുന്ന set of elements അകത്തുനിന്ന് ഏതെങ്കിലും ഒരു എലിമെന്റ് A ചൂസ് ചെയ്യുക. So that will be a private key and Alice will calculate her public key as G raised to A mod P. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ഡിഫി ഹെൽമെന്റിൽ പറഞ്ഞ അതേപോലെ തന്നെ അല്ലെ, പ്രൈം നമ്പർ പിയും പ്രിമിറ്റീവ് എലിമെന്റ് ജിയും ചൂസ് ചെയ്ത് അത് അവർക്ക് രണ്ടുപേരും സെയിം ആണ് യൂസ് ചെയ്യുന്നത്. പ്രൈം നമ്പർ പിയും പ്രിമിറ്റീവ് എലിമെന്റ് ജിയും. ദെൻ ആലിസ് വിൽ സെലക്ട് എ പ്രൈവറ്റ് കീ എ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കീ ചൂസ് ചെയ്തു. എന്നിട്ട് ജി റേസ് ടു എ മോഡ് പി കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? the public key A will be shared with Bob. നേരത്തെ നമ്മൾ യുവും വിയും കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ യു കാൽക്കുലേറ്റ് ചെയ്യും. യു അങ്ങനെ ആൽഫ റൈസ് ടു എ മോഡ് പി, അതേ സെയിം ഇത് തന്നെ, ലെറ്റേഴ്സ് മാറിയെന്നേ ഉള്ളൂ. ചില സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇൻ സം ടെക്സ്റ്റ് ബുക്സ് യു ക്യാൻ സി primitive element denoted using G and some textbooks it is shown as alpha. അപ്പൊ അതാ ഞാൻ രണ്ടും. So G raised to A mod P calculate. So that is the public key and that will be sent to Bob. So Bob will select a key K and that key is called as the ephemeral key. So Bob will calculate a key as K which is an ephemeral key. Ephemeral key എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കീ, അതാണ് ephemeral key, such that 1 less than or equal to K less than or equal to P-2. The value K should be in this range between 1 and P-2, inclusive of both 1 and P-2, and computes C1. So C1 will be calculated as G raised to K mod P, and also another value C2 as M A raised to K mod P, where M is the message. അപ്പോൾ എന്താണോ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളത് ആ മെസ്സേജ് ആണ് M വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ബോബ് വിൽ ഡിസ്കാർഡ് ദ വാല്യൂ കെ. കണ്ടോ, കെ എന്ന് പറയുന്ന ഒരു വാല്യൂ ചൂസ് ചെയ്യും ബോബ്. ഇറ്റ് ഷുഡ് ബി ലൈങ് ഇൻ ദിസ് റേഞ്ച് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു P-2. ഈ റേഞ്ചിലുള്ള ഒരു വാല്യൂ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ബോബ് എന്താണ്, രണ്ട് കാര്യങ്ങളാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാ? C1 വാല്യൂ ആൻഡ് C2 വാല്യൂ. C1 ഇസ് കാൽക്കുലേറ്റഡ് ആസ് G raised to K mod P. നമ്മുടെ വി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ അല്ലെ, ആലിസും ബോബും യുവും വിയും കാൽക്കുലേറ്റ് ചെയ്യും. യു കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ക്യാപിറ്റൽ എ കാൽക്കുലേറ്റ് ചെയ്തു ആലിസ്. ഇനി ബോബ് വി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? C1 വാല്യൂ ആണ്. C1 ഇസ് കാൽക്കുലേറ്റഡ് ആസ് G raised to K mod P. G raised to K mod P. എന്നിട്ട് C2 കാൽക്കുലേറ്റ് ചെയ്യും. C2 എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? M A raised to K mod P. M ആണ് മെസ്സേജ് ടു ബി എൻക്രിപ്റ്റഡ്. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആലിസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പബ്ലിക് കീ. ആലിസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പബ്ലിക് കീ M A raised to K. K എന്ന് പറയുന്നത് ഇവിടെ ബോബ് സെലക്ട് ഒരു ഇന്റർമീഡിയറ്റ് കീ. അപ്പോൾ M A raised to K mod P കാൽക്കുലേറ്റ് ചെയ്തു ആൻഡ് ഹി വിൽ ഡിസ്കാർഡ് ദ വാല്യൂ K. പിന്നെ K ആവശ്യമില്ല. സോ ഹിയർ M is the message where M will be in the range of 0 less than or equal to M less than or equal to P-1. അപ്പൊ ഈ റേഞ്ചിലുള്ളതാണ് M എന്ന് പറയുന്നത്.
Now Bob will send C1, C2, which is a ciphertext, to Alice. Bob എന്ത് ചെയ്യും? C1ഉം C2ഉം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത C1 വാല്യൂവും C2 വാല്യൂവും ആലിസിന് സെൻഡ് ചെയ്യും. And Alice uses her private key and computes C1 raised to minus a C2 mod p to retrieve the message. ഇപ്പൊ ഈ C1ഉം C2ഉം യൂസ് ചെയ്തിട്ടാണ് ആലിസ് എന്ത് ചെയ്യുന്നത്? ആ C1ഉം C2ഉം കിട്ടിക്കഴിയുമ്പോൾ ആലിസിന്റെ പ്രൈവറ്റ് കീ ഏതായിരുന്നു? സ്മോൾ എ അല്ലേ? ആലിസ് സെലക്ട്സ് ദ പ്രൈവറ്റ് കീ സ്മോൾ എ. അപ്പൊ C1ഉം C2ഉം കിട്ടിയ സൈഫർ ടെക്സ്റ്റിനകത്ത് C1 റൈസ് ടു മൈനസ് എ C2 മോഡ് പി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ മെസ്സേജ് റിട്രീവ് ചെയ്യുന്നത്. കണ്ടോ? കെ എന്ന് പറയുന്നത് ഇവിടെ ആവശ്യം വരുന്നില്ല. കെ യൂസ് ചെയ്തൊക്കെയാണ് ഇത് C2 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിലും കെ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നേ ഇല്ല. അത് ബോബ് ചൂസ് ചെയ്ത് ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞ് ആ വാല്യൂ അങ്ങ് സെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. മറ്റേ കെ അങ്ങ് ഡിസ്കാർഡ് ചെയ്യുകയാണ്. അത് പിന്നെ റീയൂസ് ഒന്നുമില്ല, ആ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം. അപ്പോൾ ആലിസ് C1 റൈസ് ടു മൈനസ് എ C2 മോഡ് പി കാൽക്കുലേറ്റ് ചെയ്യും, മെസ്സേജിനെ റിട്രീവ് ചെയ്യും. ഇത്രയാണ് സ്റ്റെപ്സ്. നമുക്ക് ആദ്യമേ കാണുമ്പോൾ ഇത് എന്താ ഈ ആർ എസ് എ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കോംപ്ലക്സ് ആണോ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഡിഫി ഹെൽമനുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പറും പ്രിമിറ്റീവ് എലിമെന്റും ചൂസ് ചെയ്തു. രണ്ടുപേർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ സീക്രട്ട് കീ ചൂസ് ചെയ്യുന്നു. അതിൽ ആലിസിന്റെ സീക്രട്ട് കീ ചൂസ് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് പബ്ലിക് കീ G raised to a mod p ചൂസ് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ബോബിന് കൊടുക്കുന്നു. ബോബ് എന്ത് ചെയ്യും? അപ്പൊ ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്, ഇവിടെ ആദ്യം നോക്കിക്കോളൂ, ബോബാണ് ആലിസിന് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ when you are sending a message in a public key crypto system, when you are sending a message, the message should be encrypted using the public key of the receiver. അല്ലേ? The message should be encrypted using the public key of the receiver. Only then the receiver can decrypt the message using his or her private key. അത് നമ്മൾ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. മെസ്സേജ് ഏത് പബ്ലിക് കീ ഓരോ യൂസറിനും ഈച്ച് യൂസർ ഹാസ് her own or his own public private key pair. So if a message is encrypted using a public key, then it can be decrypted only with the corresponding private key. So when you are sending a message, you have to encrypt the message using the public key of the receiver. Only then the receiver can decrypt the message using his private key. അപ്പൊ അത് പബ്ലിക് കീയുടെ ബേസിസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ബോബ് ആലിസിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ബോബ് ആലിസിനാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആലിസ് എന്ത് ചെയ്യും? ആലിസിന്റെ പബ്ലിക് കീ ബോബിന് ഷെയർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോബിന് അത് യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ആലിസ് പ്രൈവറ്റ് കീ ചൂസ് ചെയ്തു, പബ്ലിക് കീ ഷെയർ ചെയ്തു. എന്നിട്ട് സെൻഡ് ചെയ്യേണ്ട ആരാണോ സെൻഡർ ആണ് ഈ എഫിമെറൽ കീ, ആ മെസ്സേജിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന എഫിമെറൽ കീ ചൂസ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ഇൻ ദിസ് റേഞ്ച് ആൻഡ് ദ സെൻഡർ വിൽ കാൽക്കുലേറ്റ് C1 and C2 values. So C1 is G raised to K mod P and C2 is the message M A raised to K mod P. എന്നിട്ട് C1 ഉം C2ഉം ആലിസിന് സെൻഡ് ചെയ്യും. ആലിസ് എന്ത് ചെയ്യും? C1 raised to minus A എന്ന് പറയുന്നത്, സ്മോൾ എ എന്ന് പറയുന്നത് ആലിസിന്റെ പ്രൈവറ്റ് കീ ആണ്. സോ C1 raised to minus A into C2 mod P കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ she can retrieve the message which has been sent from Bob. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ആലിസ് ആൻഡ് ബോബ് സെലക്ട് പ്രൈം നമ്പർ P as 17 and G as 6. പ്രൈം നമ്പർ P 17ഉം G 6ഉം ചൂസ് ചെയ്തു. ആലിസിന്റെ പ്രൈവറ്റ് കീ 5 ആയിട്ട് ചൂസ് ചെയ്തു. നൗ ബോബ് is wishing to send the message 13 എന്ന് പറഞ്ഞ മെസ്സേജ് യൂസിങ് an ephemeral key 10. എഫിമെറൽ കീ K എന്ന് പറയുന്നത് 10 എടുത്തു, അത് സെൻഡ് ചെയ്യണം. അപ്പോൾ ഹൗ ദ മെസ്സേജ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് യൂസിങ് എൽഗമൽ ക്രിപ്റ്റോ സിസ്റ്റം ആൻഡ് ഹൗ ദ മെസ്സേജ് ക്യാൻ ബി റിക്കവേർഡ് ബൈ ആലിസിന് എങ്ങനെ ആ മെസ്സേജ് കിട്ടുന്നതാണ്. ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്നാ പറഞ്ഞത്? ആലിസ്
നമ്മൾ ആദ്യം പറഞ്ഞ 2 സ്റ്റെപ്പ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലേ. പ്രൈം നമ്പറും പ്രിമിറ്റീവ് റൂട്ടും രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പ്രൈവറ്റ് കീയും ആലിസ് ചൂസ് ചെയ്ത് വെച്ചു. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ആലിസിന്റെ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യണം. പബ്ലിക് കീ എന്താണ്, G⁻A mod P. ഇവിടെ G എന്താണ് 6, G എന്താണ് 6, 6⁵5 mod P, 6⁵5 mod 17 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 7. പിന്നെ ബോബിന്റെ എഫിമറൽ കീ കെ വാല്യൂ എന്ന് പറയുന്നതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ എഫിമറൽ കീ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഏത് കീ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ എന്താണ്, യു ഹാവ് ടു റിമെമ്പർ വൺ തിങ്, ദ എഫിമറൽ കീ വാല്യൂ ഷുഡ് ബി ഇൻ ദി റേഞ്ച് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ ഓർ ഈക്വൽ ടു p-2. അതിനുള്ളിൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എഫിമറൽ കീ തരാതെ ചോദിക്കും. അപ്പോൾ അത് ആ റേഞ്ച് അറിഞ്ഞിരിക്കണം. ആ റേഞ്ചിനുള്ളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുത്ത് ചെയ്യാം. So Bob has selected ephemeral key as 10. So he'll calculate C1 as G⁻k mod P. G എന്ന് പറഞ്ഞാൽ 6⁻10 mod P, which is 15. പിന്നെന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, C2. C2 is calculated as M⁻k mod P. M എന്താ, മെസ്സേജ് ടു ബി എൻക്രിപ്റ്റഡ് is 13. 13 into ക്യാപിറ്റൽ A എന്ന് പറയുന്നത് 7 കിട്ടി. 13 into 7 k എന്താ 10. 13 into 7 mod P. So Bob will get the value of C2 as 9. അപ്പോൾ ബോബ് എന്താ സെൻഡ് ചെയ്യുന്നത്, C1 C2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് സെൻഡ് ചെയ്യുന്നത്. C1 C2 15ഉം 9ഉം ആലിസിന് സെൻഡ് ചെയ്യും. Now Alice will calculate the value C1⁻⁻A C2 mod P and she will retrieve the message as 13. ഇനി ഒന്ന് ബുക്കിലൊന്ന് എഴുതണേ എല്ലാവരും. 15 C1⁻⁻A C2 mod P ആണ് അല്ലേ. ഇവിടെ C1 എന്താ 15 ആണ്. 15⁻⁻A എന്ന് പറഞ്ഞാൽ ⁻⁻5 അല്ലേ. ⁻⁵5 15⁻⁻5 into C2 എന്ന് പറഞ്ഞാൽ 9. 15⁻⁻5 into 9 mod 17. അപ്പൊ അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്, 15⁻⁻5 into 9 mod 17. നമുക്ക് 15⁻⁻1 mod 17 കണ്ടുപിടിക്കാം അല്ലേ. 15⁻⁻1 mod 17 എന്താണ് 15⁻⁻1 mod 17 എങ്ങനെ കണ്ടുപിടിക്കും, GCD ഓഫ് 15 and 17 കണ്ടുപിടിക്കും. എന്നിട്ട് ബാക്ക് ട്രേസ് ചെയ്ത് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് അല്ലേ, 15 ഇൻവേഴ്സ്. അപ്പോ എനിക്ക് 15 ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഒന്ന് ചെയ്തേ, 2 സ്റ്റെപ്പിൽ കിട്ടും. വേഗം ചെയ്തേ. 17ന്റെയും 15ന്റെയും GCD എന്താണ്, 17 is equal to 15 into 1 plus 2. 15 is equal to 2 into 7 plus 1. ഇനി ബാക്ക് ട്രേസ് ചെയ്യുമ്പോൾ എന്താണ്, 1 is equal to 15 minus 7 into 2 ആണ്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ എന്താ 17 minus 15. അപ്പോൾ 15ന്റെ ആണ് നമുക്ക് വേണ്ടത്. സോ 15 into 8 അല്ലേ 15ന്റെ കൂടെ വരുന്നത്. 1 എന്തോന്നു GCD 1. ഓ മീനാക്ഷി, ഞാനിവിടെ തിരിച്ച് ബാക്ക് ട്രേസ് തുടങ്ങിയപ്പോഴാ 1. ഇൻവേഴ്സ് 8 കിട്ടിയോ? നെറ്റ് സ്ലോ. ഓക്കെ കുഴപ്പമില്ല. നെറ്റ് ഇഷ്യൂ ഉള്ളതിന് ഞാൻ ആരെയും കംപ്ലൈന്റ് പറയുന്നില്ല. ശ്രദ്ധിച്ചിരുന്നാ മതി. അറ്റ്ലീസ്റ്റ് വീഡിയോ എങ്കിലും, നെറ്റ് കിട്ടാത്തവര് വീഡിയോ എങ്കിലും ഒന്ന് കേട്ട്. ഇൻവേഴ്സ് 8 കിട്ടിയോ? 8. അപ്പൊ 15 ഇൻവേഴ്സ് 8 കിട്ടിയല്ലോ. എനിക്ക് 15 ഇൻവേഴ്സ് mod 17 ഞാൻ ചെയ്തപ്പോൾ 15 ഇൻവേഴ്സ് 8 എന്ന് കിട്ടി. അപ്പൊ എനിക്ക് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, 15⁻⁻5 into 9 mod 17 ആണ്. അപ്പൊ എനിക്ക് 15 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 8 കിട്ടി. അപ്പം 15 ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു 5 അല്ലേ 15⁻⁻5 എന്ന് പറയുന്നത്, ആണോ? 15 ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു 5 അല്ലേ 15 റേസ് ടു A⁻m ദ ഹോൾ റേസ് ടു n. അപ്പൊ A⁻mn 15⁻⁻5 അല്ലേ.
15⁻1 ദ ഹോൾ റേസ് ടു 5 ആണ് 15⁻5 എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിപ്പം 15 ഇൻവേഴ്സ് മോഡ് 17ന്റെ വാല്യൂ 8 എന്ന് കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 8⁻5 into 9 mod 17. 8⁻5 into 9 mod 17. അപ്പൊ 15⁻5 into 9 mod 17 എങ്ങനെ എഴുതാം? 15 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. സോ 8⁻5 into 9 mod 17. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. 8⁻5 into 9 ചെയ്യുക, അത് mod 17 ചെയ്യുമ്പോഴേക്കും യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 13. ഇപ്പോൾ എനിക്ക് ആ മെസ്സേജ് ബോബ് സെൻഡ് ചെയ്ത മെസ്സേജ് എന്തായിരുന്നു? 13 ആയിരുന്നു. സോ ദാറ്റ് ഇസ് റിട്രീവ്ഡ് ബൈ ആലിസ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അത് കിട്ടുന്നത് C1⁻⁻A C2 ചെയ്യുന്നതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്രോഫോൺ ഓൺ ചെയ്തിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മൈക്രോഫോൺ ഓൺ ചെയ്തിട്ട് ഡൗട്ട് ചോദിച്ചാലും മതി, ഞാൻ ഒന്നുകൂടി പറഞ്ഞോളാം. കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ആലിസ് ആൻഡ് ബോബ്, പ്രൈം നമ്പർ P is equal to 43, G is equal to 3. ആലിസിന്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് 7 ആണ്. ബോബ് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് 14 ആണ്. എഫിമറൽ കീ 26 ആണ്. ഇത് സെയിം മെത്തേഡിൽ തന്നെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മെസ്സേജ് റിട്രീവ് ചെയ്യുന്നതും കാണിക്കാം. ഇതും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഷോ ദി ഫുൾ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡിംഗ് ദ റിക്കവറി ഓഫ് മെസ്സേജ് ബൈ ആലിസ്. ഇപ്പൊ റിക്കവറി ഓഫ് മെസ്സേജ് ബൈ ആലിസും കൂടി കാണിക്കാൻ പറഞ്ഞാൽ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഈ C1⁻⁻A C2 mod P എന്ന് പറയുന്നത് ഈ റിക്കവറിയും കൂടെ കാണിക്കാൻ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ഷോ ദി സൈഫർ ടെക്സ്റ്റ് ഓർ ഷോ ദി മെസ്സേജ് വിച്ച് ഇസ് ബീങ് സെൻഡ് ഫ്രം ബോബ് ടു ആലിസ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ചെയ്താൽ മതി. ഈ അവസാനത്തെ സ്റ്റെപ്പ് വേണ്ട. ബോബ് സെൻസ് 15,31 ടു ആലിസ് വരെ ചെയ്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ആലിസ് റിട്രീവ് ചെയ്തു 14 എന്ന് പറഞ്ഞ മെസ്സേജ് റിട്രീവ് ചെയ്തു. ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു, ചെയ്ത് നോക്കിയേക്കാം. ഈ പ്രിമിറ്റീവ് റൂട്ടിന്റെ ഒരു ചെറിയൊരു കാര്യം, അത് ഇൻ കേസ് ചോദിച്ചാൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഇഫ് G⁻I mod P takes all values in ZP as I ranges from 1 to P-1. 1 തൊട്ട് ഇപ്പൊ 3 എന്ന് പറയുന്നത് പ്രിമിറ്റീവ് റൂട്ട് 7ന്റെ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയാൻ 3⁻1 mod P 3⁻2 mod P അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് എല്ലാം 1 to P-1ന്റെ റേഞ്ചിൽ വരികയാണെങ്കിലാണ് പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഓൾ എലിമെന്റ്സ് ഓഫ് ZP, എല്ലാ എലിമെന്റ്സും പ്രിമിറ്റീവ് എലിമെന്റ്സ് ആവണമെന്നില്ല. എല്ലാ എലിമെന്റ്സും പ്രിമിറ്റീവ് എലിമെന്റ്സ് ആവണമെന്നില്ല. ടോട്ടൽ നമ്പർ ഓഫ് പ്രിമിറ്റീവ് എലിമെന്റ്സ് വിൽ ബി ഈക്വൽ ടു 5 of P-1. 5 of P-1 ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും, അത്രയും പ്രിമിറ്റീവ് എലിമെന്റ്സ് ആയിരിക്കും ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, Z11 ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 0 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്തെ പ്രിമിറ്റീവ് എലിമെന്റ്സ് എന്ന് പറയുന്നത് 2, 6, 7, 8 ആണ്. 2, 6, 7, 8 ആണ് പ്രിമിറ്റീവ് എലിമെന്റ്സ് ആയിട്ട് വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. 2, 6, 7, 8, 2⁻1, 2⁻2, 2⁻3 അങ്ങനെ എടുക്കുമ്പോൾ എല്ലാം പ്രിമിറ്റീവ് എലിമെന്റ്സ് എല്ലാ നമ്പേഴ്സും കിട്ടും. പക്ഷെ 3യുടെ എടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രിമിറ്റീവ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയുന്നത്? വിൽ ബി ഈക്വൽ ടു 5 of P-1. 5 of P-1 എന്ന് പറഞ്ഞാൽ 5 of 10 ആണ്. 5 of 10 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 4. 5 of 10 എന്ന് പറഞ്ഞാൽ എന്താ? Z*10ലുള്ള എലിമെന്റ്സിന്റെ കൗണ്ട് ആണ്. Z*10 എന്ന് പറഞ്ഞാൽ 1, 3, 7, 9. ഇതെന്താ? സെറ്റ് Z* എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്. Z*n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള വാല്യൂസ്. അപ്പൊ 1 റിലേറ്റീവ്ലി പ്രൈം ആണ്, 2ഉം 10ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല, 3ഉം 10ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, 4 അല്ല, 5 അല്ല, 6 അല്ല, 7 ആണ്, 8 അല്ല, 9 ആണ്. അപ്പൊ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഈ n വാല്യൂ ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സെറ്റ് ആണ് Z*n എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കാർഡിനാലിറ്റി അതാണ് 5 of 10. 5 of 10 എന്ന് പറയുന്നത് 4 ആണ്. 1, 3, 7, 9 4 എലിമെന്റ്സ് അല്ലേ ഉള്ളത്.
അപ്പൊ 4 പ്രിമിറ്റീവ് എലിമെന്റ്സ് ആണ് Z11 ഉള്ളത്. ആൻഡ് പ്രിമിറ്റീവ് എലിമെന്റ്സ് ആർ 2, 6, 7 ആൻഡ് 8. ഈ പ്രിമിറ്റീവ് എലിമെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആണ്. പ്രിമിറ്റീവ് എലിമെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? A is a primitive element of ZP if and only if A raised to P minus 1 by Qi is not congruent to 1 mod P for all Qi which are factors of P minus 1. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിമെന്റ്സിനെയാണ് പ്രിമിറ്റീവ് എലിമെന്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പവേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാതെ എളുപ്പത്തിൽ എങ്ങനെ പ്രിമിറ്റീവ് എലിമെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണിത്. A raised to P minus 1 by Qi is not congruent to 1 mod P. Qi എന്ന് പറഞ്ഞാൽ എന്താ? P minus 1ന്റെ എല്ലാ ഫാക്ടേഴ്സും. അപ്പൊ P minus 1ന്റെ എല്ലാ ഫാക്ടേഴ്സിനെയാണ് എന്താ Qi വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. So find all the primitive elements of Z11. Z11ന്റെ primitive elements എല്ലാം കണ്ടുപിടിക്കാം. ഇപ്പൊ Z11 എന്ന് പറയുമ്പോൾ P minus 1 എന്താണ്? 10 ആണ്. P minus 1 10 ആണ്. ഇനി 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2ഉം 5ഉം ആണ് 10ന്റെ ഫാക്ടേഴ്സ് അല്ലേ? 2ഉം 5ഉം ആണ് 10ന്റെ ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ എലിമെന്റ് എടുക്കുക. A raised to 5. A raised to 5 is not congruent to 1 mod P ആണോ നോക്കുക. അതുപോലെ A raised to 2 is also not congruent to 1 mod P ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ A can be called as a primitive element. നമ്മൾ ഓരോ എല്ലാ പവേഴ്സും ഇപ്പൊ ഫസ്റ്റ് ഏതാ 3 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു. 3 പ്രിമിറ്റീവ് എലിമെന്റ് ആണോ എന്ന് നോക്കുകയാണ്. അപ്പൊ 3 raised to 1, 3 raised to 2, 3 raised to 3 അങ്ങനെ 3 raised to 10 വരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂസ് മുഴുവൻ നോക്കുന്നതിന് പകരം ഞാൻ ഈ രണ്ട് കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. 3 raised to 5. 3 raised to 5 is not congruent to 1 mod P ആണോ നോക്കുക. 3 raised to 2 is not congruent to 1 mod P ആണോ നോക്കുക. ആണെങ്കിൽ we can directly say that it is a primitive element. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 2, 6, 7 and 8 ആണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 2 raised to 5 mod P ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2 raised to 5 mod P will not be congruent to 1. 1 അല്ല. 2 raised to 5 എന്ന് പറഞ്ഞാൽ എന്താ? 32 അല്ലേ? 32 mod P ചെയ്യുമ്പോഴേക്കും എനിക്ക് 1 കിട്ടുമോ? 32 mod P 32 mod 11 ചെയ്യുമ്പോൾ 1 കിട്ടത്തില്ല. അടുത്തത് 2 square എന്ന് പറഞ്ഞാൽ എന്താ? 4 mod P 4 mod 11 ചെയ്യുമ്പോൾ 4 അല്ലേ കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് കോൺഗ്രുവന്റ് ടു 1 mod P. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രിമിറ്റീവ് എലിമെന്റ് ആവുള്ളൂ. അപ്പൊ ഈ രണ്ട് കേസിലും രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ 2 is a primitive element. ഇനി 3 എടുക്കുവാണെങ്കിലോ? 3 എടുക്കുവാണെങ്കിൽ 3 raised to 5. 3 raised to 5 എന്താ? അവസാനമായ 3 raised to 5 243 mod P എന്താ? 11. അപ്പൊ എന്താ? 1 ആ കിട്ടിയത് കണ്ടോ? 3 raised to 5 mod P ചെയ്യുമ്പോൾ 1 കിട്ടി. അപ്പൊ നോട്ട് കോൺഗ്രുവന്റ് ടു 1 അല്ല, കോൺഗ്രുവന്റ് ടു 1 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. സോ 3 is not a primitive element. ഇനി അടുത്ത 4 നോക്കിയേ. 4 raised to 5 mod P 4 raised to 5 mod P എത്ര കിട്ടി? 1 കിട്ടി. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ അപ്പോഴേ അത് പ്രിമിറ്റീവ് എലിമെന്റ് അല്ലെന്ന് പറയാം. ഇനി 5 raised to 5 raised to 5 mod P mod 11 1 ആണ്. അപ്പോഴും സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പം പ്രിമിറ്റീവ് എലിമെന്റ്. ഇനി 6 എടുത്താലോ? 6 raised to P 6 raised to P 6 raised to P എന്താ? 6 raised to 5 6 raised to 5 mod P എടുക്കുമ്പോൾ 10 ആ കിട്ടുന്നത്. 6 raised to 5 mod P എടുക്കുമ്പോൾ 10 ആ കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് കോൺഗ്രുവന്റ് ടു 1 mod P. സോ വി ക്യാൻ സേ ദാറ്റ് 6 is a primitive element. അതുപോലെ 6 raised to 2 എടുക്കുമ്പോഴും നോട്ട് കോൺഗ്രുവന്റ് ടു 1 തന്നെ കിട്ടും. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒറ്റ എല്ലാ എലിമെന്റ്സും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഫാക്ടേഴ്സ് മാത്രം നോക്കിയാൽ മതി. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ചെക്ക് വെദർ 2 and 3 ആർ പ്രിമിറ്റീവ് എലിമെന്റ്സ് ഓഫ് Z raised to 37. 2ഉം 3ഉം Z37ന്റെ പ്രിമിറ്റീവ് എലിമെന്റ് ആണോ എന്ന്. അപ്പോൾ P എന്ന് പറയുന്നത് ഇവിടെ 37 ആണ്. P minus 1 എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? 36 ആണ്. 36ന്റെ ഫാക്ടേഴ്സ് 2 square into 3 square ആണ് അല്ലെ? 2ഉം 3ഉം. 2ഉം 3ഉം പ്രൈം ഫാക്ടേഴ്സ് മാത്രം എടുത്താൽ മതി. 2ഉം 3.
ഇപ്പൊ 2 റൈസ് ടു നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു ഇവിടെ എ റൈസ് ടു പി മൈനസ് 1 ബൈ ക്യു ഐ എ റൈസ് പി മൈനസ് 1 ബൈ ക്യു ഐ ഇസ് നോട്ട് കോൺഗ്രുവൻ ടു 1 മോഡ് പി എന്നാണ് അല്ലെ. എ റൈസ് ടു പി മൈനസ് 1 ബൈ ക്യു ഐ ഇസ് നോട്ട് കോൺഗ്രുവൻ ടു 1 മോഡ് പി. അപ്പൊ ഞാൻ എ റൈസ് ടു ഇവിടെ എ എന്താ 2ഉം 3ഉം ആണ് എനിക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം ഞാൻ 2 എടുക്കുക. അപ്പൊ 2 റൈസ് ടു പി മൈനസ് 1 പി മൈനസ് 1 എന്ന് പറഞ്ഞാൽ 36 ഡിവൈഡഡ് ബൈ ക്യു ഐ എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ഫാക്ടർ 2 ആണ്. 2 റൈസ് ടു 36 ബൈ 2 is not congruent to 1 mod p ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ 2 റൈസ് ടു 36 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 18 ടു 36 മോഡ് സെറ്റ്. അപ്പൊ അത് ചെയ്യുമ്പോൾ എനിക്ക് 36 ആണ് കിട്ടുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് കോൺഗ്രുവൻ ടു 1. അടുത്തത് 2 റൈസ് ടു പി മൈനസ് 1 2 റൈസ് ടു പി മൈനസ് 1 എന്ന് പറഞ്ഞാൽ 36 2 റൈസ് ടു 36 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 36 ഡിവൈഡഡ് ബൈ ക്യു ഐ. രണ്ടാമത്തെ ക്യു ഐ ഏതാ 3 ആണ്. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് 12. സോ 2 റൈസ് ടു 12 കോൺഗ്രുവൻ ടു നോട്ട് കോൺഗ്രുവൻ ടു 1 മോഡ് 37. നമുക്ക് ചെയ്യുമ്പം 26 ആണ് കിട്ടുന്നത്. സോ ബോത്ത് ദി കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഓക്കെ അതില്ല. അപ്പം കുഴപ്പമില്ല. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. 2 പ്രിമിറ്റീവ് എലിമെന്റ് ആണ്. എന്നാൽ 3 നോക്കുമ്പോഴേക്കും എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ 3ക്ക് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അവിടെ 1 ആണ് കിട്ടുന്നത്. ഹെൻസ് 3 ഇസ് നോട്ട് എ പ്രിമിറ്റീവ് എലിമെന്റ്. ജസ്റ്റ് പ്രിമിറ്റീവ് എലിമെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇതങ്ങനെ സ്പെസിഫിക് ആയിട്ട് സിലബസിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതെ, പ്രിമിറ്റീവ് എലിമെന്റ് ചെക്കിങ്ങിൽ ആ കണ്ടീഷൻ വെച്ചിട്ട് ജസ്റ്റ് പി പി ടിയും കൂടെ ആയിട്ടൊന്ന് നോക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ക്ലിയർ ചെയ്യാം. ഓക്കെ. പിന്നെ അറ്റൻഡൻസ്